എൻ്റെ ഗാർഡനിലെ കുറച്ച് ഫ്രൂട്ട്സ് ചെടികളും അതിലുണ്ടായി നിൽക്കുന്ന ഫ്രൂട്ട്സും കാണാം. ഞങ്ങളുടെ വീടിൻ്റെ റിനോവേഷൻ കഴിഞ്ഞ സമയം മുതൽ ഞാൻ കളക്ട് ചെയ്യുന്ന ഫ്രൂട്ട്സ് ചെടികളാണ്. കുറേ വെറൈറ്റീസ് ആണ്. ഇത് ആദ്യത്തേത് നമ്മളെ ബുഷ് ഓറഞ്ച്. ഇതിലിപ്പോൾ നല്ലോണം ബുഷ് ഓറഞ്ചുകൾ ഉണ്ടായി നിൽക്കുന്നുണ്ട്. എല്ലാവർക്കും അറിയാവുന്ന പോലെ ബുഷ് ഓറഞ്ച് നല്ല പുളിയൊക്കെയുള്ള ഒരു ചെറിയ ഓറഞ്ച് ടൈപ്പ് സിട്രിക് ഫ്രൂട്ട് തന്നെയാണ്. ഇത് എൻ്റെ വെരിഗേറ്റഡ് ലൈമാണ്. ഇതിൻ്റെ ഫ്രൂട്ടും ഇതേ കളറിൽ തന്നെ ഉണ്ടാവണേ. ഇപ്പം ഞാൻ കുറച്ച് നാൾ അതിനെ ഒന്ന് സ്ട്രെസ് ചെയ്യാൻ വിട്ടപ്പോഴത്തേക്കും ഇപ്പം ഉണ്ടാവുന്ന എല്ലാ ന്യൂ തളിരിൻ്റെ കൂടെയും പൂക്കൾ വരുന്നുണ്ട്. അത് എല്ലാം ഫ്രൂട്ട്സ് ആവാനും ഇതിൽ നിന്നൊന്നും അങ്ങനെ കൊഴിഞ്ഞൊന്നും പോകാറില്ല. നമ്മൾ പൂവുണ്ടായി തുടങ്ങുമ്പോൾ ഇച്ചിരി വെള്ളം സാധാരണയായിട്ട് കൊടുത്താൽ മതി. ഇതെൻ്റെ ചെറി പ്ലാന്റ്. എപ്പോഴും ഞാൻ കാണിക്കാറുള്ള ചെറി പ്ലാന്റ്. ഈ പ്രാവശ്യം ധാരാളം പൂക്കളും കായകളും ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു നവംബർ ഓൺവേർഡ്സ്, ഒക്ടോബർ നവംബർ എനിക്ക് തോന്നുന്നു, അന്ന് മുതൽ ഇതിൽ ഫ്രൂട്ട്സ് കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ അത് പഴുക്കുന്നതനുസരിച്ച് പറിച്ച് ഫ്രീസ് ചെയ്ത് വെക്കും. ഇതെൻ്റെ ബംഗനാപ്പള്ളി മാങ്ങയാണ്. കുറേ നാളായിട്ടും മാങ്ങ ഉണ്ടാവാതിരിക്കണേന്ന് ഇപ്പം നന്നായിട്ട് മാങ്ങ ഉണ്ടാവുന്നുണ്ട്. ഞാൻ അതിൻ്റെ ഒരു നേരത്തെ പൂവിടുന്നതൊക്കെ ഒരു ഇത് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതാണ് ഞാൻ ഡ്രമ്മിലാണ് വെച്ചിരിക്കുന്നത്. ഇതാണ് അതിൻ്റെ ഒരു കടവണ്ണം. നല്ല പ്രായമുള്ളതാണ്. ഒരു 7 വർഷമൊക്കെ ആയിട്ടുണ്ടാവും. അത്രയും പ്രായമുള്ള. ആദ്യം ചെറിയ ചട്ടിയിലായിരുന്നു വെച്ചിരുന്നത്. പിന്നെ അത് മാറ്റി ഞാൻ വലുതിലേക്ക് ആക്കിയാണ്. ഇതെൻ്റെ ഡ്രാഗൺ ഫ്രൂട്ട്. ഞാൻ മുകളിൽ ടെറസിലേക്കാണ് വളർത്തിക്കൊണ്ടിരിക്കുന്നത്. അതാവുമ്പോൾ അവർക്ക് അവിടെ ഫ്രീ ആയിട്ട് പോയി ഫ്ലവർ ഇട്ട് ഫ്രൂട്ട് ആവാൻ നല്ല വെയിൽ കിട്ടാനും ഒക്കെ നല്ലത് അത് തന്നെയാണ്. താഴത്തുനിന്നാണ് വളർത്തിയേക്കുന്നത്. ഇതിലാണ് ഈ നീല ടബിലാണ് ഞാനത് വെച്ചിരിക്കുന്നത്. അധികം മണ്ണ് വേണ്ടാത്തതുകൊണ്ട് അത് അതിൻ്റെ ഇഷ്ടം പോലെ എവിടെയൊക്കെ ചാൻസ് കിട്ടണേ അവിടെയൊക്കെ സ്പ്രെഡ് ചെയ്ത് വളർന്ന് നേരെ ഇപ്പം ഞാൻ മുകളിലേക്ക് ടെറസിലേക്ക് വെച്ചു. കഴിഞ്ഞ പ്രാവശ്യം ഇതിൽ നിന്നൊരു 3-4 ഫ്രൂട്ട് കിട്ടി. നല്ല ടേസ്റ്റ് ഉള്ളതാണ്. പിങ്ക് കളറാണ്. ഇത് ഞാൻ എപ്പോഴും കാണിക്കാറുള്ള സപ്പോട്ട. നമ്മുടെ സാധാരണ നാടൻ സപ്പോട്ട. ഇത് ഞാൻ പല കളർ ക്യാപ്സിക്കം വളർത്തുന്നതാണ്. ഈ പ്രാവശ്യം നന്നായിട്ട് പൂവൊക്കെ ഇടുന്നുണ്ട്. അധികം വെയിലില്ലാത്ത ഒരു സ്ഥലത്താണ് ഞാൻ വെച്ചിരിക്കുന്നത്. റോസൊക്കെ വെച്ചിരിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ അധികം വെയിൽ അതിന് കിട്ടാറില്ല. പിന്നെ ഇത് ഇസ്രായേൽ ഓറഞ്ചാണ്. ഇത് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട്. വിളവെടുക്കുന്നതൊക്കെ കാണിച്ചിട്ടുണ്ട്. നല്ല ഓറഞ്ച് കളറാവും പഴുത്ത് കഴിയുമ്പോഴത്തേക്ക്. ഇപ്പം നല്ലോണം പൂവിട്ട് പൂക്കളൊക്കെ കായകളായിക്കൊണ്ടിരിക്കുന്നു. ഒരു കുഞ്ഞ് ചട്ടിയിലാണ് വെച്ചിരിക്കുന്നത്. ഇത് മാറ്റണം. റൂട്ട് ബൗണ്ട് ആവാറായിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ പൂവിട്ടതിൽ നിന്ന് കായായിക്കൊണ്ടിരിക്കണതാണ്. ഇതും ധാരാളം ഫ്രൂട്ട്സ് തരുന്നൊരു ഇതാണ്. അതിന് ചെറിയ മധുരവും ഉണ്ട്. തൊലിക്ക് നല്ല മധുരമുണ്ട്. അതിന് പ്രത്യേക ടേസ്റ്റാണ് അതിന്. ഇത് എൻ്റെ അത്തിയാണ്. രണ്ടും മഞ്ഞ കളർ അത്തിയാണ്. ഇത് ഞാൻ വാങ്ങിച്ചത് വെളിയത്ത് ഗാർഡനിൽ നിന്ന് വാങ്ങിച്ച അത്തിയാണ്. അല്ലാതെ ഞാൻ മിറാക്കിൾ ഫാമിൽ നിന്ന് വാങ്ങിച്ച ഒരു ചുമന്ന അത്തിയും എൻ്റെ കയ്യിലുണ്ട്. ഇതിൽ നിന്ന് എനിക്ക് 2-3 പ്രാവശ്യം ഫ്രൂട്ട്സ് കിട്ടിയിട്ടുള്ളതാണ്. ഇത് സാധാരണ നമ്മുടെ സീതപ്പഴമാണ്. പക്ഷെ ഇതിൽ ധാരാളം പൂവിടുന്നുണ്ടെങ്കിലും ഫ്രൂട്ട്സ് ആവാൻ എനിക്ക് ചൂട് കൊണ്ടായിരിക്കണം ഫ്രൂട്ട്സ് അങ്ങോട്ട് കിട്ടുന്നില്ല. കുറേ പൂക്കളിടുന്നുണ്ട്. ഇതിൽ ഞാൻ 2 ചെടി വെച്ചിട്ടുണ്ട്. ഒന്ന് സാധാരണ സീതപ്പഴവും, രണ്ടാമത്തത് ചെറിമോയ എന്ന് പറഞ്ഞ പണ്ട് ഇവിടെ നമ്മുടെ നാട്ടിലൊക്കെ ഫ്രൂട്ട്സ് കടയിൽ നിന്ന് കിട്ടുമായിരുന്നു. ഇപ്പോൾ കിട്ടുമോയെന്ന് എനിക്കറിഞ്ഞൂടാ. അന്ന് കിട്ടിയപ്പോൾ ഞാൻ അതിൻ്റെ കുരു കൊണ്ടുവന്നിട്ട് നട്ടതാണ്. അതിൻ്റെ ഇലയ്ക്ക് ഒരു പ്രത്യേക ലുക്കുമാണ്. ഒരു വെൽവെറ്റ് ടൈപ്പ് ഇലയാണ്. നമ്മൾ സാധാരണ സീതപ്പഴത്തിനേക്കാളും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഇലയാണ്. ഒരു വെൽവെറ്റും ഒരു റൗണ്ട് ഷേപ്പുമാണ്. ഇതുവരെ ഫ്രൂട്ട്സ് ഒന്നും ഉണ്ടായിട്ടില്ല. എനിക്ക് തോന്നുന്നു ഒരു 4-5 വർഷമായി ഞാൻ വെച്ചിട്ട്. ഇതുവരെ അതിൽ ഫ്രൂട്ട്സ് ഇവിടെ ഉണ്ടാവില്ലെന്നാണ് പറയുന്നത്. ഇത് സീതപ്പഴത്തിൻ്റെ ഇല കണ്ടോ? ചെറിയതും അത്ര റൗണ്ട് അല്ല. ഇത് അതിൻ്റെ ഇപ്പുറത്ത് നിൽക്കുന്ന പേരച്ചെടിയാണ്. പിങ്ക് കളർ തായ്ലൻഡ് പൂവയാണെന്ന് തോന്നുന്നു. പിങ്ക് കളറാണ് അതിൻ്റെ ഉള്ളിൽ. ഇപ്പോൾ അതിൽ പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇതിലെപ്പോഴും പൂവും കായും തന്നെയാണ്. അതിന് സമയമൊന്നുമില്ല. ഇതെൻ്റെ
ആത്തച്ചക്കയാണ്. നേരത്തെ കാണിച്ചത് സീതച്ചക്കയാണെങ്കിൽ ഇത് ആത്തച്ചക്ക. ഇതിന്റെ എല്ലാം നല്ല വലിയ ഇലയുമാണ്. ഈ മരമാണെങ്കിൽ നല്ലോണം വലുതാകുകയും ചെയ്യും. ഇതിൽ കഴിഞ്ഞ വർഷം എനിക്ക് തോന്നുന്നു ഒന്നോ രണ്ടോ മൂന്നോ ഫ്രൂട്ട്സ് ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ ഈ പ്രാവശ്യം ധാരാളം ഫ്രൂട്ട്സ് ഉണ്ടാവുന്നുണ്ട്. ഈ ആത്തച്ചക്കയുടെയും സീതച്ചക്കയുടെയും ഇലയുടെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ മൂന്നിന്റെ ഇല ചെറിയ ചെറിയ ഡിഫറൻസേ ഉള്ളൂ. ഈ ചെറുമായ്ക്കയാണ് ഒരു വെൽവെറ്റിഷ് ലുക്കുള്ള ലീഫുള്ളത്. ഇതിൽ ധാരാളം ഫ്രൂട്ട്സ് ഇപ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. ഇപ്പം എല്ലാം ഒരു ഗ്രീനിൽ നിന്ന് പിങ്കായി തുടങ്ങിയിട്ടുണ്ട്. പിങ്ക് കളറായിരിക്കും ഇത് പഴുത്ത് കഴിയുമ്പോൾ. ഇത് ഞാനൊരു ഡ്രമ്മിലാണ് വെച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാനിത് ഡ്രമ്മിൽ വെച്ചൊന്നും അല്ല, ഇത് തന്നെ താനെ അതിൽ പിടിച്ചു വന്നതാണ്. ഞാൻ ഫ്രൂട്ട്സ് കടയിൽ നിന്ന് വാങ്ങിച്ചൊരു ഫ്രൂട്ട് കഴിച്ചിട്ട് അതിലിട്ടതാണ്. ഇത് ഞാൻ ശരിക്കും ഈ ഡ്രമ്മ് ഞാൻ മുന്തിരി പടർത്താനായിട്ട് വെച്ചതാണ്. പക്ഷെ ഇപ്പം അതിൽ മുന്തിരി മാത്രം വളരണില്ല. ഇത് അതിൻ്റെ കൂടെ നിൽക്കുന്ന ഒരു നാംഡോക്മായി മാവാണ്, അതും വളരണ്ട് അതിനകത്ത്. ഇത് പച്ച കളറ് ജാമ്പയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ വിളവെടുക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ലാത്ത ടേസ്റ്റുള്ള ജാമ്പയാണ്. അത്ര ഭയങ്കര ടേസ്റ്റ് എന്ന് പറയാനില്ല, പക്ഷെ എന്നാലും കുഴപ്പമില്ലാത്ത ടേസ്റ്റാണ്. ഞാൻ കഴിഞ്ഞ ദിവസം അത് പറിച്ചിട്ട് ഉപ്പിലിട്ട് വെച്ചു. ഉപ്പിലിട്ടപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. നേരിയ മധുരമേ ഉള്ളൂ. ജ്യൂസിയാണ്, നല്ല ജ്യൂസിയാണ്. ഇത് വെരിഗേറ്റഡ് സപ്പോട്ടയാണ്. ഇത് ഇപ്പോഴാണ് ഇതിൽ ഫ്രൂട്ട്സ് ഇട്ട് തുടങ്ങിയത്. കഴിഞ്ഞ വർഷം വരെ ഒന്നോ രണ്ടോ ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഈ പ്രാവശ്യം നന്നായിട്ട് അത് വലുതാകുകയും ചെയ്തു. പ്ലാന്റ് ഭയങ്കരമായിട്ട് വലുതാകുകയും ചെയ്തു. അതുകൂടാതെ എല്ലാ ബ്രാഞ്ചസിലും ഫ്രൂട്ട്സും ഉണ്ട്. ഫ്രൂട്ടിനാണെങ്കിൽ ഒരു മറ്റേ എനിക്കാണ് മറ്റേ സപ്പോർട്ടിനേക്കാളും ചെറിയ ഡിഫറൻസ്. ഐസ്ക്രീം ടേസ്റ്റ് പോലെ എനിക്ക് തോന്നുന്നത്. ചിലപ്പോൾ എൻ്റെ തോന്നലാവാം, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഫ്രൂട്ടാണ്. മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഇതിങ്ങനെയാണ് കാണുന്നത്, നിറച്ചും എല്ലാ ടിപ്പിലും ഫ്രൂട്ട് ഉള്ളതുപോലെ. ഇത് ആത്തച്ചക്ക തന്നെയാണ്. ആത്തച്ചക്ക ഞാൻ പറഞ്ഞില്ല നേരത്തെ കാണിച്ച ആത്തച്ചക്കയാണ്. അതിപ്പോൾ ആ ചക്കകൾ പിങ്കിഷ് ഉണ്ടാവുമ്പോൾ ഉണ്ടാവുമ്പോൾ ഗ്രീൻ ആയിരിക്കും, പിന്നെ അത് മാറി 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 പിങ്കിഷ് കളറായി ഡാർക്ക് പിങ്കായി നമുക്ക് വിളവെടുക്കാവുന്നതേ ഉള്ളൂ. ഒന്ന് എന്നേക്ക് നോക്കിയിട്ട് എടുക്കുന്നതാണ് നല്ല. പക്ഷെ ഇപ്പം മുകളിലായതുകൊണ്ട് ഇച്ചിരി പാടായിരിക്കും പറിക്കാനായിട്ട്. ഇതെൻ്റെ സ്വീറ്റ് കോൺ ആണ്. ഞാൻ നേരത്തെ ഇന്നലെ ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു സ്വീറ്റ് കോണിൻ്റെ. ഇതിപ്പോൾ വലുതായി തുടങ്ങുന്നുണ്ട്. അത് ഇത് ബ്രൗൺ കളർ ആകുമ്പോൾ അത് പറിക്കണം. ഇത് സീഡ്ലെസ് ലെമൺ ആണ്. ഇതും ഞാനൊന്ന് സ്ട്രെസ് കൊടുത്തപ്പോഴത്തേക്കും നന്നായിട്ട് തളിര് വന്നു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അതിൽ പൂവിട്ട് തുടങ്ങിയിട്ടില്ല. അത്ര വെയിലില്ലാത്തടത്താണിത് ഞാൻ വെച്ചിരിക്കുന്നത്. എനിക്കത് അവിടെ നിന്ന് മാറ്റാനായിട്ടും വേറെ അത്ര വെയിലുള്ള ഏരിയ ഇല്ല. വെയിലുള്ളിടത്തൊക്കെ റോസും മറ്റു ലൈംസൊക്കെ നിൽക്കുന്നതുകൊണ്ട് ഇച്ചിരി പാടാണ്, നോക്കണം. പക്ഷെ അത്ര വെയിലില്ലെങ്കിലും ഉണ്ടാവാറുണ്ടായിരുന്നു. ഇത് റൊളീനിയ പൂവിടണുണ്ട്. റൊളീനിയ ഫ്രൂട്ട് എങ്ങനെ ഇരിക്കും? ആത്തച്ചക്കയുടെ തന്നെ വേറൊരു ഇത് ബ്ലാക്ക് സപ്പോട്ട എന്ന് പറഞ്ഞ് ഞാൻ വെളിയത്ത് ഗാർഡനിൽ നിന്ന് വാങ്ങിച്ചാണ്. ഒരു 4 വർഷമായിട്ടുണ്ട്. ഫ്രൂട്ട് ചെയ്യാനായിട്ടുണ്ടെന്ന് തോന്നുന്നു. 4 വർഷത്തിൽ ഫ്രൂട്ട് ചെയ്യുമെന്നാണ് അവർ പറഞ്ഞിരുന്നത്. ഇതൊരു ഡ്രമ്മിലാണ് വെച്ചേക്കുന്നത്. ഇതാണ് അതിൻ്റെ ഫ്രൂട്ട്. അടുത്ത വർഷം ആവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.